കേരളത്തിന്റെ വൈദ്യുതി വാങ്ങൽ കരാർ റദ്ദാക്കിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ച കാര്യം പ്രേക്ഷകരെ ഞാൻ അറിയിച്ചു. കരാർ റദ്ദാക്കിയതിലൂടെ ഒരു വർഷം 1300 കോടി രൂപയുടെ നഷ്ടം KCBക്ക് ഉണ്ടാകുമെന്നാണ് കണക്ക്. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി വരുന്നത്. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ വൈദ്യുതി വാങ്ങൽ കരാർ അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയത്. ഇത് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട് റദ്ദാക്കിയത്. ഇതിന് ട്രിബ്യൂണൽ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നിയമവിരുദ്ധമായാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് KSEBയുടെ തീരുമാനം. കാരണം കുറഞ്ഞ ചെലവിൽ, അതായത് യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ 465 മെഗാവാട്ട് വൈദ്യുതി 25 വർഷത്തേക്ക് ലഭിക്കുന്ന കരാറുകളാണ് നേരത്തെ KSEB സ്വകാര്യ വൈദ്യുതി കമ്പനികളുമായി ഉണ്ടാക്കിയിരുന്നത്. ഈ കരാറുകൾ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ഏകപക്ഷീയമായി റദ്ദാക്കിയായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു റെഗുലേറ്ററി കമ്മീഷൻ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ ഇതോടെ സംസ്ഥാനത്ത് ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാവുകയും പിന്നീട് സംസ്ഥാന സർക്കാർ ഇടപെടുകയും ചെയ്തു. വൈദ്യുതി നിയമം 108 വകുപ്പ് അനുസരിച്ച് സർക്കാർ ഇതിനകത്ത് ഇടപെടുകയും റെഗുലേറ്ററി കമ്മീഷന് ഈ കരാറുകൾ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയുമായിരുന്നു. ഇതനുസരിച്ചാണ് റെഗുലേറ്ററി കമ്മീഷൻ പിന്നീട് കരാറുകൾ പുനഃസ്ഥാപിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരിക്കുന്നത്. ഇങ്ങനെ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് നടപ്പായാൽ സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡ് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് KSEB വിലയിരുത്തിയിരിക്കുന്നത്. പ്രതിവർഷം 1300 കോടിയുടെ നഷ്ടം ഇതിലൂടെ KSEBക്ക് ഉണ്ടാകും. ഇതൊരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല. KSEBയെ തന്നെ ഇല്ലാതാക്കാൻ മാത്രമേ ഈ ഒരു തീരുമാനം ഉപകരിക്കൂ എന്നുള്ളതാണ് KSEB ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി കേസ് നടത്തിപ്പിനായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ V ഗിരിയെ KSEB ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. ഈ കേസിൽ സർക്കാർ കക്ഷി ചേരണമോ എന്നുള്ളത് പിന്നീടായിരിക്കും തീരുമാനിക്കുക. ഏതായാലും സർക്കാരിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘകാല കരാറുകൾ പിന്നീട് പുനഃസ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സർക്കാർ ഈ കേസിൽ കക്ഷി ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അക്കാര്യത്തിൽ നയപരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. താങ്ക് യു V ഗിരീഷ്. എന്തായാലും ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ കാര്യമായി ഒരു ഇടപെടൽ നടത്തി ഈ ഹർജി കൊടുക്കുന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ട്രൈബ്യൂണലിന്റെ വിധി സർക്കാരിന് അനുകൂലമാക്കി മാറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.